മിശിഹായുടെ സ്നേഹം പ്രഭാതത്തിൽ എല്ലാവരിലും വസിക്കട്ടെ. വചന കിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രസിദ്ധനായ സയന്റിസ്റ്റ് ആൽബർട്ട് ഐൻസ്റ്റീനെ പറ്റി ഇപ്രകാരം കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടം വളരെ പശ്ചാത്താപത്തോടുകൂടിയാണ് അദ്ദേഹം ജീവിച്ചു മരിച്ചത്. അദ്ദേഹം മരണക്കിടക്കയിലായിരുന്നപ്പോൾ കൂടെയുള്ളവർ ഇപ്രകാരം ചോദിച്ചു, മനുഷ്യനായി ജനിക്കുവാനുള്ള അവസരം ഒരിക്കൽ കൂടി ദൈവം താങ്കൾക്ക് തരികയാണെങ്കിൽ എന്തായി തീരാനാണ് താങ്കളുടെ ആഗ്രഹം? ഒരു സയന്റിസ്റ്റായി വീണ്ടും ജനിച്ച് പൂർത്തീകരിക്കപ്പെടാത്ത താങ്കളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഐൻസ്റ്റീൻ കണ്ണുകൾ തുറന്ന് ഇപ്രകാരം പറഞ്ഞു, ഒരിക്കലുമില്ല. ഒരു ശാസ്ത്രജ്ഞനാകുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരു കൂലിപ്പണിക്കാരനാകുന്നതാണ്. അദ്ദേഹത്തിന്റെ അന്ത്യനാളുകളിൽ ഇപ്രകാരം പറയാറുണ്ട് അത്രേ, എന്റെ ജീവിതം പാഴായി പോയോ എന്നെനിക്ക് ചിലപ്പോൾ തോന്നിപ്പോകാറുണ്ട്. ഞാൻ അതിവിദൂരങ്ങളായ നക്ഷത്രങ്ങളിലേക്ക് അന്വേഷണം നടത്തി, എന്നാൽ എന്നിലേക്ക് തന്നെ അന്വേഷണം നടത്താൻ ഞാൻ മറന്നുപോയി. ഞാൻ തന്നെയായിരുന്നു ഏറ്റവും അരികിലത്തെ നക്ഷത്രം. വിശുദ്ധ ഗ്രന്ഥത്തിലെ ആദ്യ പുസ്തകത്തിലെ ചോദ്യം ഇപ്രകാരമാണ്, നീ എവിടെയാ? ചോദിക്കുന്നത് സൃഷ്ടാവായ ദൈവം തന്നെ. പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളുമായി ദൈവാന്വേഷകർ ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്, ഞാൻ ആരാണ്? ആത്മീയതയുടെ ഉത്തുംഗ ശൃംഗം കയറിയവരും പാവപ്പെട്ടവരും ധനികരും നിരക്ഷരരും ജ്ഞാനികളും ഒക്കെയും ചോദിക്കുന്ന ചോദ്യം, ഞാൻ ആരാണ്? ലളിതമായി ഈ ചോദ്യം നമ്മളോട് ചോദിച്ചാൽ നാം ഉത്തരം പറയും, ഇന്ന വീട്ടിലെ ഇന്നയാളുടെ മകനാണ്, മകളാണ്, ഇന്നയാളുടെ ഭർത്താവാണ്, ഇന്നയാളുടെ ഭാര്യ, എന്റെ തൊഴിൽ ഇതാണ്, എന്റെ ഭവനം അവിടെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഹോബീസ് ഇതാണ്. ഒരു 10 വാക്യത്തിൽ തീരും നാം ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം. പിന്നെ നാം നിശബ്ദമാകും. യഥാർത്ഥത്തിൽ നമ്മൾ ഇത്രയും ഉള്ളോ? ഒരു പൂവ് എന്താണെന്നുള്ള ചോദ്യത്തിന് പൂവെടുത്ത് അതിനെ 5 ഇതളുകളായി വേർതിരിച്ച് ഓരോ ഇതളുകളും വിശദീകരിച്ചാൽ പൂവാകുകയില്ല. ആ 5 ഇതളുകൾ ചേർത്ത് വെച്ചാലും പൂ ഉണ്ടാകുകയില്ല. ഇതളുകളല്ല പൂവ്, അതിന്മീതെ എന്തൊക്കെയാണ്? ഈ ചോദ്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ എപ്പോഴും ഉയർന്നു വരാറുണ്ട്. അടിമസ്ത്രീയായ ഹാഗാറിനോട് ചോദിക്കുന്ന ചോദ്യവും ഇത് തന്നെയാണ്, സാറായുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? ഈ ചോദ്യം ഇന്നും നമ്മളോട് ചോദിക്കുന്നുണ്ട്, നീ എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു? ഇതിന്റെ ഉത്തരമാണ് ആത്മീയ മനുഷ്യന്റെ അന്വേഷണം. വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. ദൈവമേ, എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ നിന്റെ കണ്ണുകൾ എന്നെ കണ്ടുവല്ലോ. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ ഉത്ഭവവും എന്റെ ലക്ഷ്യവും തിരിച്ചറിയുവാൻ, അന്വേഷിക്കുവാൻ ദൈവമേ എനിക്ക് കൃപ നൽകണമേ. പൗലോസിനോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം, എന്റെ ആഗ്രഹമോ മരിച്ച് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുവാനാണ്. കാരണം അതാണ് കൂടുതൽ ശ്രേഷ്ഠം. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ. ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ, കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗി